നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നല്ലൊരു ഉറക്കം കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പലരുടെയും, അതായത് ഇന്നത്തെ തലമുറയിൽ പലരുടെയും ഒരു പ്രശ്നമാണ് നല്ലൊരു ഉറക്കമില്ലാത്തത്. നമ്മളൊരു ഏജൊക്കെ എത്തിക്കഴിയുന്ന സമയത്ത്, ഒരു പ്രായത്തുന്ന സമയത്ത് ഉറക്കം ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാവർക്കും കുറയും. ഇപ്പം ഒരു 60+ ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ചിലപ്പം ഒരു 5 മണിക്കൂറിലോട്ടൊക്കെ കുറയാറുണ്ട്. അല്ലാത്ത പക്ഷം ആളുകളിലൊക്കെ ആണെങ്കിൽ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായിട്ട് കിടന്നുറങ്ങണം. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിനകത്തുള്ള പല ഫങ്ഷൻസും കൃത്യമായിട്ട് നടക്കുള്ളൂ. എന്നാൽ ഇന്നത്തെ തലമുറയിൽ പലർക്കും ഉറക്കമില്ല. രാത്രി ഉറങ്ങുന്നത് അവർ ചിലപ്പം അടുത്ത ദിവസം 1 മണി ആ ഒരു പകൽ ആവുന്ന സമയത്തേക്കാണ് അവർ ഉറങ്ങുന്നത് പോലും. പിന്നെ രാവിലെയൊക്കെ ആകുമ്പോൾ അവർക്ക് ജോലിയുടെ ഭാഗമായിട്ട് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ 6 o'clock ആ സമയത്തൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ടൊരു ഉറക്കമില്ലാതെ വരുന്നുണ്ട്. ചിലപ്പം പുലച്ചയ്ക്ക് ഉറങ്ങുന്ന ആളുകളുണ്ട്. അതായത് 3 മണി 4 മണിക്കൊക്കെയാണ് അവരൊന്ന് ഫോൺ മാറ്റി വെച്ചിട്ട് ഉറങ്ങുന്നത്. പിന്നെ കുറച്ച് സമയം മാത്രം. പിന്നെ ചില ആളുകൾ പുലച്ച ഉറങ്ങിയിട്ട് ഒരു 10 മണിക്കായിട്ട് എഴുന്നേൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊന്നും പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു രൂപമല്ല. നമ്മുടെ ശരീരത്തിന് വേണം, നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, ഒരു സിർക്കാഡിയൻ റിതം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും റെഗുലറായിട്ട് നടക്കണം. അതിൽ വിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭക്ഷണ രീതി. നമ്മുടെ ഭക്ഷണ രീതി കൃത്യമായിട്ട് നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയാകുമ്പോൾ ചോറ് കഴിക്കുക, രാത്രിയാകുമ്പം അതുപോലെ തന്നെ ഡിന്നർ കഴിക്കുന്നത്, ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡുകൾ കഴിക്കും. അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉറക്കവും. പക്ഷേ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഒരു പുറം രാജ്യത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പം അവിടെ നൈറ്റ് ലൈഫ് ആയിരിക്കാം കൂടുതലുണ്ടാവുക. രാത്രി ഓണായിരിക്കാം. രാത്രി ഓപ്പൺ ആക്കുന്ന പല കടകളും ഉണ്ട്. രാത്രി കടകൾ ഓപ്പൺ ആക്കുന്നത് അവർക്ക് രാത്രിയേ ജോലിയുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ എന്തായിരിക്കും, റെസ്റ്റിലായിരിക്കും. അതേ ഒരു പാറ്റേൺ ആണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. നമുക്ക് രാത്രി കടകൾ ഓപ്പൺ ആക്കുന്നൊന്നും ഇല്ലെങ്കിലും നമ്മൾ രാത്രി എല്ലാവരും ഈ ഫോണും പിടിച്ച് ഇങ്ങനെ കുത്തി കിടക്കുകയാണ് പതിവ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ട്രെസ്സ്, സ്ട്രെയിന്, ഒന്നും ചെയ്യാനൊരു മൂഡില്ല, ഇൻട്രസ്റ്റ് ഇല്ല, ഇങ്ങനത്തെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ക്ഷീണം അമിതമായിട്ട് വരുന്നു എന്നൊക്കെയാണ് നമ്മൾ പതിവായിട്ട് കേൾക്കുന്നൊരു കാര്യം. അപ്പം അതിന് വേണ്ടത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഒരു നല്ലൊരു മോഡിഫിക്കേഷൻ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക. കുറേ കാര്യങ്ങളൊക്കെ ഒരു റെഗുലറായിട്ട് വളരെ പങ്ക്ച്വലായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫിൽ ഒരു പ്ലാനിങ് വേണം. എന്താണെങ്കിലും ഇപ്പോൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ തലേ ദിവസം, അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യം നിങ്ങൾ തലേ ദിവസം പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് എന്തിനോ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, വൈകുന്നേരം ആവുന്നു, രാത്രി ആവുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഒരു സമയമില്ലാത്ത സമയത്ത് കിടന്ന് ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിന് എന്താണ്, ഒരു സക്സസ് ഇല്ലാത്തൊരു സ്റ്റേജിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമുക്കൊരു പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു കാര്യത്തിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒട്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ റെഗുലറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടത്, നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ നിങ്ങൾ രാത്രി നേരത്തെ കിടന്നുറങ്ങണം. അപ്പം ഇതെന്ന് പറയുന്നത്, ഇത് ഒരു 15 വയസ്സിന് മുകളിലുള്ള ആളുകൾ രാത്രി നേരത്തെ കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. മറ്റുള്ളവരോട് നമുക്ക് പറയണ്ട. ഈ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ മാക്സിമം എല്ലാവരും തന്നെ അത്യാവശ്യം നേരത്തെ കിടന്നുറങ്ങുന്ന ആളുകളാണ്. അതിന് ശേഷമാണ് കുട്ടികൾ ഈ സമയം തെറ്റി കിടന്നുറങ്ങുക. അല്ലെങ്കിൽ വലിയ ആളുകളാണെങ്കിലും 15 വയസ്സിന് ശേഷമുള്ള ആളുകളെല്ലാം തന്നെ സമയം തെറ്റി കിടന്നുറങ്ങുക, അതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. പക്ഷെ പ്രായത്തിൽ കഴിയുന്ന ആളുകളുടെ പ്രശ്നം, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവരെത്ര ശ്രമിച്ചിട്ടും അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് 2 വിഭാഗം ആളുകൾ. അപ്പം ഒരു 15 ഇയേഴ്സ് ഓൺവേർഡ്സ് ആയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരം വരിക, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. രാത്രി സമയത്ത് നമ്മൾ TV കാണണ്ട എന്നൊന്നും പറയുന്നില്ല. കുറച്ച് സമയം നമുക്കൊരു TV കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പം സ്പെൻഡ് ചെയ്യാം. ഇപ്പം ആളുകൾ TV ഒന്നും കാണുന്നില്ല. അതാണ് വലിയൊരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ TV കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് കൊച്ചു കുട്ടികളാണ് കാണുന്നത്. വീട്ടിൽ നമ്മൾ TV കാണുന്നത് വളരെ കുറവാണ്. ന്യൂസൊക്കെ വെക്കണമെങ്കിലും വലിയ ആളുകൾ കാണുമെന്നല്ലാതെ ആരും തന്നെ ഇത് കാണുന്നില്ല. എല്ലാവർക്കും ഉള്ളൊരു കാര്യം മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ പിടിച്ച് നമ്മൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു 10 മണി മുതൽ 12, 1 മണി വരെ ഫോണിൽ തന്നെയാണ് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഇതൊന്നും കാണണ്ടെന്ന് പറയുന്നില്ല. ഇതിനൊക്കെ നിങ്ങളൊരു ഒരു സമയം കണ്ടെത്തിയിട്ട് കുറച്ച് സമയം അതൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. പക്ഷെ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനും ഫിസിക്കൽ ഹെൽത്തിനും നല്ലതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ട്രെസ്സ്, സ്ട്രെയിന് കാര്യങ്ങൾ മെൻ്റലി നമ്മൾ ഡൗൺ ആവാനും ഇത് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട്
നിങ്ങൾ എന്ത് ചെയ്യുക, ആസ് സൂൺ ആസ് നേരത്തെ ഭക്ഷണം കഴിക്കുക. നമ്മൾ ഉറങ്ങുന്നത് ഒരു 10 മണി ഷെഡ്യൂൾ ചെയ്യുക. 10 മണിക്ക് ഷെഡ്യൂൾ ചെയ്താൽ നിങ്ങളൊരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ഫുഡ് കഴിച്ച് തീർക്കുക. 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മുൻപായിട്ട് ഫുഡ് കഴിച്ച് തീർക്കുക. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉറങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഒരു ഡൈജഷൻ പ്രോസസ്സ് ഒരു പകുതിയോളം ആവുന്നുണ്ട്. അതായി കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻസിനൊക്കെ എന്താണ്, ഒരുവിധ റെസ്റ്റാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത്. 10 മണിക്ക് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് ഒരു ഉറക്കം കിട്ടണമെങ്കിൽ, ഇപ്പോൾ രാത്രി കുളിക്കാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഈവനിങ് ഒക്കെ ആകുന്ന സമയത്തൊന്ന് മേല് കഴുകുക. മേല് കഴുകുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ എന്താവും, കുറച്ചൊന്ന് കുറയും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു ഉറക്കത്തിലോട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒന്ന് നന്നായിട്ട് കുളിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നിങ്ങളുടെ TV കാണലും ഫുഡ് കഴിക്കലും ഒക്കെ ആയിട്ട് സമയം കളയുക. പിന്നെ രാത്രി ഹെവി ആയിട്ട് ഫുഡ് കഴിക്കരുത്. രാത്രി ഹെവി ആയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ഉറക്കം വരികയായിരിക്കും, പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡൈജഷൻ്റെ പ്രോബ്ലംസും വയറിനൊക്കെ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ വരും. അതുകൊണ്ട് ലൈറ്റായിട്ട് എപ്പോഴും ഫുഡ് കഴിക്കുക. നമുക്ക് വയറിന് വേണ്ട രീതിയിൽ ഫുഡുകൾ കഴിക്കുക. ഫ്രൂട്ട്സുകളൊക്കെ ആണെങ്കിൽ കഴിവതും നേരത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ലൈറ്റായിട്ട് ഫുഡുകളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ബെഡിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ റൂം നല്ല ക്ലീൻഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ റൂം നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ചിലപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, വീട്ടിലെത്തി കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ റൂമായിരിക്കും. അപ്പോൾ അതൊരു നല്ല പോസിറ്റീവ് എനർജി തരണമെങ്കിൽ നമ്മുടെ റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം, ഡസ്റ്റ് ഫ്രീ ആക്കി വെക്കുക. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻഡ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് വയ്ക്കുക. ഇതിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡുമായിട്ട് ഇത് വളരെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് ജസ്റ്റ് കുളിക്കുക. പിന്നെ എല്ലാ ദിവസവും ഒരു മെഡിറ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് നിങ്ങളുടെ മൈൻഡ് റിലാക്സേഷന് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക. അതിപ്പോൾ കുറച്ച് സോങ്സ് മാത്രം നിങ്ങൾ, അതായത് നിങ്ങളുടെ വിഷൻ അത് നോക്കാതെ, അതായത് ഫോണിൽ നോക്കാതെ ഫോൺ ജസ്റ്റ് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം പാട്ട് കേൾക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപായിട്ട് നന്നായിട്ട് പാട്ട് കേൾക്കുക. ഇല്ലെങ്കിൽ ബുക്ക് വായിക്കുക. ബുക്ക് വായിക്കുന്നത് വലിയൊരു സ്ട്രെയിൻ അല്ല. നമ്മൾ ഫോണിൽ യൂസ് ചെയ്തിട്ട് ആ ലൈറ്റ് അടിക്കുന്ന അത്ര സ്ട്രെയിൻ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ രാത്രി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബുക്കുകളൊക്കെ വായിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉറക്കം തരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പകൽ സമയം ഫുള്ള് സെഡൻറ്ററി ആയിട്ട് ഇരിക്കുന്ന ആളുകളാണ്, വലിയ ജോലികളൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം നമുക്ക് ഫിസിക്കലി മാത്രമല്ല വർക്ക്, നമ്മുടെ മൈൻഡിൽ ഇപ്പോൾ ഒരുപാട് ഹെവി വർക്കൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ട് അല്ലേ. അത് അവരെ അവർ നന്നായിട്ട് ടയേർഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ടയേർഡ് ആവുന്നത് നമ്മൾ നല്ല രീതിയിൽ കാൽക്കുലേഷൻസ് കാര്യങ്ങൾ, ഇപ്പോൾ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ മൈൻഡ് ടയേർഡ് ആവുന്ന രീതിയിലുള്ള വർക്കാണ് അവർ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിലും അവർക്ക് വേഗം പെട്ടെന്ന് ഉറക്കം വരും. അപ്പം അങ്ങനെ നമ്മളൊന്നും ചെയ്യാതെ പകലിങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഉറക്കം വരിക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ളൊരു കാര്യമാണ്. പിന്നെ പകൽ കിടന്ന് ഉറങ്ങുന്ന വ്യക്തികളാണെങ്കിലും രാത്രി ഉറക്കം വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം പകൽ കഴിവത് കിടന്നുറങ്ങാതിരിക്കുക. പകൽ കിടന്നുറങ്ങുന്നത് നമ്മുടെ ബോഡിയിൽ കഫം ഉണ്ടാക്കുന്നതിനും കാരണമാവുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഒഴിവാക്കി രാത്രി തന്നെ കിടന്നുറങ്ങുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഫുഡ് കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. പ്രോപ്പർ ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. റൂമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ റൂമൊക്കെ കുറച്ച് സമയം കൂൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് AC ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിട്ട് അല്ല ഫാൻ ഇട്ട് വെക്കാം. എന്നിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ബുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഒരു പാല് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടോട് കൂടിയിട്ടുള്ള പാല്, ഒരു ഗ്ലാസ് പാലൊക്കെ നമുക്ക് രാത്രി ഉറക്കുന്നതിന് മുൻപ് കുടിക്കുന്നത് നല്ലൊരു ഉറക്കത്തിന് നമുക്ക് വഴി തെളിയിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മുടെ മനസ്സ് കാം ആൻഡ് ക്വയറ്റായിട്ട് നിൽക്കുക. പിന്നെ എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. റെഗുലറായിട്ട് കൃത്യമായിട്ടുള്ള അളവിൽ ഫുഡ് കഴിക്കുക. ഓവറായിട്ടുള്ള ഈ ബേക്കറി ഐറ്റംസുകൾ, ഷുഗർ, അതുപോലെ പുറത്തുനിന്നുള്ള ഫുഡുകൾ, അജിനോമോട്ടോസ് വരുന്ന ഫുഡുകളൊക്കെ കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് കൂടുതൽ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഉറക്കക്കുറവ് വരാം. അപ്പോൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് ഹോംലി ഫുഡ് തന്നെ കഴിച്ച് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറക്കമൊന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.